അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഇന്ന് നമുക്ക് അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് പഠിക്കാം. ഹായ് എവരിവൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് സെന്റൻസുകളാണ് അല്ലേ. അത് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഐ നീഡ് എന്നുള്ള ഒരു യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഐ നീഡ്, ഐ വാണ്ട് ഇവ തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പലരും അത് ഒരേ അർത്ഥത്തിലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ഐ നീഡ്, എന്താണ് ഐ വാണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അപ്പോൾ ഇന്ന് ഡേ 6 ആണല്ലേ. അപ്പോൾ നമ്മൾ 1 2 3 4 5 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡേ 6 ആണ്. അപ്പോൾ ഈ ഒരു 6th ഡേയിൽ നമ്മൾ എന്താണ് കുറച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകൾ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ സാധനം മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ല. കോമൺ ആയിട്ട് നമ്മൾ അടുക്കളയിൽ പെട്ടെന്ന് അത് ചെയ്യുന്നൊക്കെ പറയാറില്ലേ, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏത് ഒരു കമന്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഡേ 5 വരെ ഞാൻ വീഡിയോയിൽ കണ്ടുള്ളൂ, ബാക്കിയൊന്നും 5 വരെയുള്ള വീഡിയോസേ കണ്ടിട്ടുള്ളൂ, ബാക്കി കാണാനില്ലല്ലോ സെർച്ച് ചെയ്തപ്പോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേ 5 വരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഡേ 6 ആണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓരോ ദിവസവും ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഡെയിലി സമയം കിട്ടാത്തത് കൊണ്ടാണ് ഡെയിലി ഇടാത്തത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ 30 ഡേയ്സ് ചലഞ്ച് അല്ലേ പറഞ്ഞത്, 30 ഡേയ്സും കംപ്ലീറ്റ് ആക്കുന്നതാണ് കേട്ടോ. ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ്. എന്താണ് ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാചകം തുടങ്ങാം അല്ലേ. നമ്മൾ പറയൂലേ, അടുക്കളയിൽ രാവിലെ എണീറ്റ് വന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉച്ച സമയത്തോ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമ്മൾ പറയുന്നതാണ് ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് അല്ലേ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ, സംസാരിച്ചിരുന്നൊക്കെ മതി, ഇനി എന്താണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം എന്ന് പറയും അല്ലേ. അപ്പൊ അതിനെന്താ പറയേണ്ടത്? ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് അല്ലേ. നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ്. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട് കൈ കഴുകൂ എന്ന് പറയൂലേ നമ്മൾ. എങ്ങനെ കൈ കഴുകൂ എന്നുള്ളത് പറയാ? വാഷ് യുവർ ഹാൻഡ്സ്. എന്താണ് പറയേണ്ടത്? വാഷ് യുവർ ഹാൻഡ്സ് അല്ലേ. കൈയൊക്കെ നന്നായി കഴുകണം കേട്ടോ എന്നൊക്കെ പറയില്ലേ. അപ്പൊ എങ്ങനെ പറയേണ്ടത്? വാഷ് യുവർ ഹാൻഡ്സ് അല്ലേ. വാഷ് യുവർ ഹാൻഡ്സ്, പോയി കൈ കഴുകു. എങ്ങനെ പറയാ? വാഷ് യുവർ ഹാൻഡ്സ്, വാഷ് യുവർ ഹാൻഡ്സ് അല്ലേ. എന്താണ്? കൈ കഴുകൂ എന്ന് പറയും അല്ലേ. ഇനി അടുത്തായിട്ടാണ് ടേക്ക് എ പാൻ. ഒരു പാൻ എടുത്ത് അല്ലേ. പാൻ എന്താണ്? നമ്മൾ വല്ല ദോശ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വല്ല മീൻ പൊരിക്കാനോ അല്ലേ, മീൻ വറുത്തെടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് അല്ലേ പാൻ അല്ലേ. ആ പാൻ ഒന്ന് എടുക്കുക എന്നുള്ളത് എങ്ങനെയാ നമ്മൾ പറയാറുണ്ട്. എന്തായാലും അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് അല്ല, സെന്റൻസ് ആണ്. എന്താണ്? ആ പാൻ ഒന്ന് എടുക്കുക എന്നുള്ളതിന് എന്ത് പറയും? ടേക്ക് എ പാൻ അല്ലേ. ആ പാൻ ഒന്ന് എടുക്കുക. ഇനി കത്തി എടുക്കുക എന്നുള്ളതിനാണെങ്കിൽ എന്താണ്? ടേക്ക് എ നൈഫ് അല്ലേ. എന്താണ്? ടേക്ക് എ നൈഫ്. ആ കത്തി ഒന്ന് എടുക്കുക. പിന്നെ വേറെന്താണ്? പിന്നെ അങ്ങനെ പല കാര്യങ്ങളില്ലേ. ടേക്ക് എ പ്ലേറ്റ് അല്ലെങ്കിൽ ടേക്ക് എ ഗ്ലാസ് അല്ലേ. ആ ഗ്ലാസ് എടുക്കുക, ആ പ്ലേറ്റ് എടുക്കുക. അങ്ങനെ പല കാര്യങ്ങളില്ലേ. എടുക്ക് എന്നുള്ളതിന് എന്ത് പറയും? ടേക്ക് അല്ലേ. ടേക്ക് എന്ത് സാധനമാണോ അത്. ഓക്കെ അല്ലേ. ടേക്ക് ദാറ്റ് വെജിറ്റബിൾ. ആ പച്ചക്കറി എടുക്ക് അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ടേക്ക് എ പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാൻ എടുക്ക് അല്ലേ. ഇനി അടുത്തായിട്ട് ടേൺ ഓൺ ദി സ്റ്റൗ അല്ലേ. ടേൺ ഓൺ ദി സ്റ്റൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൗ ഒന്ന് ഓൺ ആക്കുക അല്ലേ. ടേൺ ഓൺ ദി സ്റ്റൗ അല്ലേ. അപ്പോൾ സ്റ്റൗ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറയും എന്താണ്? ടേൺ ഓൺ ദി സ്റ്റൗ. ആ സ്റ്റൗ ഒന്ന് ഓൺ ആക്കുക അല്ലേ. അപ്പോൾ പറയാറില്ലേ ടേൺ ഓൺ ദി സ്റ്റൗ, സ്റ്റൗ ഓഫ് ആക്കി കേട്ടോ അല്ല, ഓൺ ആക്കുക അല്ലേ. ഓഫ് ആക്കാനല്ല, ടേൺ ഓൺ ദി സ്റ്റൗ എന്നാണ് പറഞ്ഞത്. ഓൺ ആക്കുക. ആ സ്റ്റൗ ഒന്ന് ഓൺ ആക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വാഷ് യുവർ ഹാൻഡ്സ് അല്ലേ. കൈ കഴുകുക എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ടേക്ക് എ പാൻ അല്ലേ. ആ പാൻ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ടേൺ ഓൺ ദ സ്റ്റൗ അല്ലേ. ആ സ്റ്റൗ ഒന്ന് ഓൺ ആക്കുക എന്ന് പറഞ്ഞു. പിന്നെ ആദ്യം പറഞ്ഞത് എന്താണ്? ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് അല്ലേ. നമുക്കിന്ന് പാചകം തുടങ്ങാം, നമുക്ക് പാചകം തുടങ്ങാം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. ഓർമ്മയിലുണ്ടല്ലോ. ഓക്കെ. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക എന്നുള്ളതിന് എന്താ പറയാ? പോർ സം ഓയിൽ എന്നാണ് പറയേണ്ടത് അല്ലേ. പോർ സം ഓയിൽ. പോർ എന്നാണ് പറയേണ്ടത് കേട്ടോ. പോർ സം ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഒഴിക്കുക എന്ന് പറയുന്നതിന് എന്താണ്? പോർ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. പോർ സം വാട്ടർ അല്ലെങ്കിൽ പോർ സം ഓയിൽ അല്ലെങ്കിൽ എന്താണ്? പോർ സം മിൽക്ക് അല്ലെ. കുറച്ച് മിൽക്ക് ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് വെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒഴിക്കുക എന്ന് പറയുന്നതിന് എന്താണ്? പോർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? പോർ സം ഓയിലിലെ കുറച്ച് എണ്ണ ഒഴിക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. എന്താണ് ഒഴിക്കുക എന്നുള്ളതിന് കിട്ടിയില്ലേ? പോർ സം ഓയിൽ അല്ലേ. പോർ സം ഓയിൽ. ഇനി വെള്ളം ഒഴിക്കുക എന്നുള്ളതാണെങ്കിലോ? പോർ സം വാട്ടർ. ഇനി വേറെ എന്തെങ്കിലും അല്ലേ.
പിന്നെ പാല് അല്ലെ, കുറച്ച് പാൽ ഒഴിക്കുക എന്നുള്ളതിന് എന്താ പറയാ pour some മിൽക്ക് അല്ലെ. ഇനി കുറച്ച് ചായ ഒഴിക്കുക എന്നുള്ളതിനാണ് ആണെങ്കിലോ pour some ടീ അല്ലെ. ഇനി കുറച്ച് കാപ്പി ഒഴിക്കുക എന്നുള്ളതാണെങ്കിലോ pour some കോഫി അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒഴിക്കുക എന്നുള്ളതിന് പറയുന്നത് pour എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ അല്ലേ? pour some ഓയിൽ അല്ലെ. ഇനി അടുത്തതായിട്ട് കുറച്ച് കടുക് ചേർക്കുക എന്ന് പറയും അല്ലെ. കുറച്ച് കടുക് ചേർക്കുക എന്നുള്ളതിന് എന്താ പറയാ? കടുകിന് എന്താ പറയാ? മസ്റ്റാർഡ് സീഡ് ആണ് അല്ലെ. ഓക്കെ, എന്താണ്? ആഡ് മസ്റ്റാർഡ് സീഡ്സ്, കുറച്ച് കടുക് ചേർക്കൂ. ആഡ് സം മസ്റ്റാർഡ് സീഡ്സ് അല്ലെ, കുറച്ച് കടുക് ചേർക്കൂ. അല്ലെങ്കിൽ കടുക് ചേർക്കുക എന്ന് പറയുന്നത് എന്താണ്? ആഡ് മസ്റ്റാർഡ് സീഡ്സ് അല്ലെ. അല്ലെങ്കിൽ കുറച്ച് കടുക് ചേർക്കുക എന്നുള്ളതാണെങ്കിലോ ആഡ് സം മസ്റ്റാർഡ് സീഡ്സ് അല്ലെ. അപ്പൊ ചേർക്കൂ എന്ന് പറയുന്നതിന് എന്താണ്? ആഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് എന്താ പറയാ, കടുക് അല്ലെ, കുറച്ച് കടുക് ചേർക്കുക എന്ന് പറയുന്നതിന് ആഡ് മസ്റ്റാർഡ് സീഡ്സ് എന്നാണ്. അങ്ങനെയാണെങ്കിലോ കുറച്ച് കറിവേപ്പില ചേർക്കുക എന്നുള്ളതിന് എന്ത് പറയും? ആഡ് സം കറി ലീവ്സ് അല്ലെ. കുറച്ച് കറിവേപ്പില ചേർക്കുക എന്ന് പറയുന്നതിന് എങ്ങനെയാണ്? ആഡ് സം കറി ലീവ്സ്. അപ്പൊ നമ്മൾ എന്താണ്? കടുക് ചേർത്തു അല്ലെ. എങ്ങനെയാണ്? ആഡ് മസ്റ്റാർഡ് സീഡ്സ്. അതേപോലെ എന്താണ്? കുറച്ച് കറിവേപ്പില ഇട്ടു അല്ലെ. കറിവേപ്പില ഇടുന്നതിന് എന്താണ്? ആഡ് കറി ലീവ്സ് അല്ലെ. ആഡ് കറി ലീവ്സ് എന്നാണ് പറയാ. കറിവേപ്പിലക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? കറി ലീവ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, കറിവേപ്പിലകൾ ചേർക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഓയിൽ ഒഴിച്ചു, അതേപോലെ തന്നെ എന്താ, കടുകിട്ടു, അതേപോലെ തന്നെ എന്താണ്, കറിവേപ്പിലയും ഇട്ടു അല്ലെ. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് ചോപ്പ് ദ അണിയൻ അല്ലെ. ചോപ്പ് ദി അണിയൻ എന്നാണ് പറയുന്നത്. അണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സവാള. സവാള അറിയില്ലേ? സവാള കണ്ടിട്ടില്ലേ? അപ്പൊ അതിനെ സവാളയെ ചോപ്പ് ചെയ്യുന്നതിന് എന്താ, സവാള അരിയോ എന്നുള്ളതിന് എന്ത് പറയും? ചോപ്പ് ദി അണിയൻ എന്നാണ് പറയാ അല്ലെ. അപ്പൊ സവാള നമ്മൾ എന്ത് ചെയ്യും? ചോപ്പ് ചെയ്യും അല്ലെ. ചോപ്പ് ചെയ്യാം. അപ്പൊ ചോപ്പ് ദ അണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള അരിയോ എന്നുള്ളതാണ് അല്ലെ. ഇനി എന്താണ്? ആഡ് ദ അണിയൻ അല്ലെ. എന്താണ്? ആ അണിയൻ എന്താണ്? ആഡ് ചെയ്യൂ അല്ലെ. എവിടേക്കാണ്? നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു, കറി ലീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി എന്താണ്? ഈ ചോപ്ഡ് അണിയനും കൂടി എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം അല്ലെ. ആഡ് ദി അണിയൻ അല്ലെ. ഉള്ളി ചേർക്കൂ, അല്ലെങ്കിൽ ഉള്ളി ഇടൂ എന്ന് പറയും അല്ലെ. ആഡ് ദ അണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉള്ളി ഇടൂ എന്നുള്ളതാണ് കേട്ടോ. ആഡ് എന്ന് പറഞ്ഞാൽ ഉള്ളി ഇടൂ എന്നുള്ളതാണ്. ചോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ചോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അരിയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? pour some ഓയിൽ എന്ന് പറഞ്ഞു അല്ലെ. pour some ഓയിൽ എന്ന് പറഞ്ഞാല് കുറച്ച് എണ്ണ ഒഴിക്കൂ. എണ്ണ ഒഴിച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്തത്? ആഡ് സം എന്താണ്, കടുകല്ലേ, മസ്റ്റർഡ് സീഡ് അല്ലെ. ആഡ് സം മസ്റ്റർഡ് സീഡ്സ് എന്ന് പറഞ്ഞു അല്ലെ. കുറച്ച് കടുക് ഇടൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇട്ടത്? ആഡ് സം കറി ലീവ്സ് അല്ലെ. കുറച്ച് കറിവേപ്പില ഇടൂ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? ചോപ്പ് ദ അണിയൻ അല്ലെ. എന്താണ്? ഉള്ളി അരിയൂ എന്ന് പറഞ്ഞു അല്ലെ. സവാള അരിയൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആഡ് ആഡ് ദ അണിയൻ അല്ലെ. എന്താണ്? ആ അണിയൻ എന്ത് ചെയ്യൂ? അതിലേക്ക് ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഇനി ഇതൊക്കെ ആഡ് ചെയ്താൽ മാത്രം മതിയോ? പിന്നെ എന്ത് ചെയ്യണം? സ്റ്റിർ ഇറ്റ് വെൽ അല്ലെ. എന്താണ്? നന്നായിട്ട് ഇളക്കണം. സ്റ്റിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളക്കുക അല്ലെ. എന്താണ്? സ്റ്റിർ വെൽ, നന്നായി ഇളക്കൂ അല്ലെ. എന്താണ്? സ്റ്റിർ വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി ഇളക്കൂ അല്ലെ. നന്നായി ഇളക്കൂ എന്നുള്ളതാണ് അല്ലെ. ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താണ്? കരിഞ്ഞു പോകും അല്ലെ. അപ്പൊ എന്താണ്? സ്റ്റിർ വെൽ, എന്താണ്? നന്നായിട്ട് ഇളക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് എന്താ ചേർക്കേണ്ടത്? എന്തൊക്കെയോ മറന്നു പോയിട്ടുണ്ട് തോന്നുന്നു അല്ലെ. ഇനി എന്തൊക്കെയോ ചേർക്കണമല്ലോ നമുക്ക്. എന്ത് വേണം? ആഡ് സം സോൾട്ട് അല്ലെ. കുറച്ച് ഉപ്പ് ചേർക്കുക എന്ന് പറയും അല്ലെ. സോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉപ്പാണ് കേട്ടോ. അപ്പൊ എന്താണ്? ആഡ് സം സോൾട്ട്, കുറച്ച് ഉപ്പ് ചേർക്കുക എന്ന് പറയും അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു എന്തെങ്കിലും ചേർക്കുക എന്നുള്ളതിന് എന്താ പറയാ? ആഡ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ കുറച്ച് ഉപ്പ് ചേർക്കുക എന്നുള്ളതിന് എങ്ങനെ പറയാ? ആഡ് സം സോൾട്ട് അല്ലെ. നന്നായി ഇളക്കുക എന്നുള്ളതിന് എന്താ പറഞ്ഞിരുന്നത്? സ്റ്റിർ വെൽ എന്നല്ലായിരുന്നു. ഓക്കെ, സ്റ്റിർ വെൽ എന്ന് പറഞ്ഞാല് നന്നായി ഇളക്കൂ അല്ലെ. ഇനി എന്താണ്? ആഡ് സം സോൾട്ട്, കുറച്ച് ഉപ്പിടൂ എന്ന് പറഞ്ഞു അല്ലെ. ഇനി ഉപ്പ് മാത്രം ഇട്ടാൽ മതിയോ? പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഇടാൻ പറ്റും? ആഡ് സം ടേമറിക് പൗഡർ അല്ലെ. എന്താണ്? കുറച്ച് മഞ്ഞപ്പൊടി ഇടുക എന്ന് പറയില്ലേ. എന്താണ്? കുറച്ച് മഞ്ഞപ്പൊടി ഇടുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടോ അതില്ലേ, അങ്ങനെ പറയില്ലേ. അതിനെന്താ പറയാ നമ്മള്? ആഡ് സം ടേമറിക് പൗഡർ അല്ലെ. ആഡ് സം ടേമറിക് പൗഡർ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് മഞ്ഞൾപ്പൊടി ഇടൂ എന്ന് പറയും അല്ലെ. മഞ്ഞൾപ്പൊടിക്കാണ് എന്ത് പറയാ? ടേമറിക് പൗഡർ എന്ന് പറയുന്നത്. ഓക്കെ, ആഡ് സം ടേമറിക് പൗഡർ അല്ലെ. ഇനി എന്താണ്? മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതിയോ? കുറച്ച് മുളകും പൊടിയൊക്കെ ഇടണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ മുളക് പൊടി ഇടാൻ പറയുന്നത്? ആഡ് സം ചില്ലി പൗഡർ അല്ലെ. കുറച്ച് ആഡ് സം ചില്ലി പൗഡർ. അങ്ങനെ എന്ത് സാധനം ഇടുന്നതിനും എന്താണ്? ആഡ് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഇട്ടത്? എന്തൊക്കെയാണ്? ആഡ് സം സോൾട്ട് അല്ലെ, കുറച്ച് ഉപ്പിട്ടു. ആഡ് സം ടേമറിക് പൗഡർ, കുറച്ച് മഞ്ഞപ്പൊടി ഇടൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തിടാനാ പറഞ്ഞത്? ആഡ് സം ചില്ലി പൗഡർ അല്ലെ, കുറച്ച് എന്താണ്, പിന്നെ മുളക് പൊടി ഇടൂ എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പൊടി ഉണ്ടോ? ഇനി എന്തൊക്കെ പൊടി ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇടാട്ടോ. ഇനി ഞാൻ മറന്നുപോയെന്നൊന്നും പറയണ്ട. എന്താണ്? നിങ്ങൾക്ക് എന്തൊക്കെ പൊടി ഉണ്ടോ? കാരണം നമ്മൾ പ്രത്യേകിച്ചൊരു
പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു വിഭവം ഉണ്ടാക്കുകയല്ല. എന്തൊക്കെ ഇടും, എന്തൊക്കെ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒക്കെ കൊണ്ട് ഇട്ടോളൂ. മറക്കില്ലല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കഴിഞ്ഞോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ടർമറിക് പൗഡർ അല്ലേ? കുറച്ച് ടർമറിക് പൗഡർ ചേർക്കുകയെന്ന് പറഞ്ഞു. ചില്ലി പൗഡർ ചേർക്കുകയെന്ന് പറഞ്ഞു. പിന്നെന്താണ്? ആഡ് വെജിറ്റബിൾസ് ല്ലേ? പച്ചക്കറി ഇടൂ എന്നല്ലേ പറഞ്ഞു ല്ലേ? ആഡ് വെജിറ്റബിൾസ് പച്ചക്കറി ചേർക്കൂ അല്ലെങ്കിൽ ഇടൂ എന്നുള്ളതൊക്കെ പറയുന്നതിന് ആഡ് എന്നാണ് കേട്ടോ പറയാ. എന്താണ്? ആഡ് സം വെജിറ്റബിൾസ് ല്ലേ? കുറച്ച് പച്ചക്കറി ഇടൂ. പിന്നെന്താണ്? pour some വാട്ടർ ല്ലേ? എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കൂ ല്ലേ? എന്താണ്? അപ്പൊ പൊടികൾ മാത്രം ഇട്ടാൽ മതിയോ? പോരാ ല്ലേ? പൊടികൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആഡ് സം വെജിറ്റബിൾസ് ല്ലേ? കുറച്ച് പച്ചക്കറികൾ ഇടൂ എന്ന് പറഞ്ഞു. ആഡ് സം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? കുറച്ച് പച്ചക്കറികൾ ഇടൂ എന്നുള്ളത്. ഇനിയോ pour some വാട്ടർ ല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കൂ എന്ന് പറഞ്ഞു. കുറച്ച് വെള്ളം ഒഴിക്കൂ എന്നുള്ളതിന് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓയിൽ ഒഴിക്കൂ എന്നുള്ള പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലേ? എന്താണ്? pour some ഓയിൽ ഓയിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നേരത്തെ? ഇനിയിപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? pour some വാട്ടർ കുറച്ച് വെള്ളം ഒഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തും ഒഴിക്കുകയാണെങ്കിൽ pour എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തും ചേർക്കാനാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ആഡ് എന്നുള്ളതാണ്. ഇനിയോ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞു. സ്റ്റിർ വെൽ നന്നായി ഇളക്കിയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? കവർ ദി പാൻ ല്ലേ? പാൻ എന്ത് ചെയ്യുക? മൂടി വെക്കുക ല്ലേ? മൂടി വെക്കണം ല്ലേ? തുറന്നു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്? പാൻ മൂടി വെക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്താണ്? കവർ ദി പാൻ ല്ലേ? കവർ ദി പാൻ എന്നാണ് പറഞ്ഞത് ല്ലേ? പാൻ മൂടി വെക്കുക എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ല്ലേ? ഇനി എന്താണ്? കുക്ക് ഫോർ 10 മിനിറ്റ്സ് ല്ലേ? 10 മിനിറ്റ് നേരം അതൊന്ന് എന്താണ്? വേവിക്കൂ ല്ലേ? ഒക്കെ ആഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ ല്ലേ? പിന്നെന്താണ്? അത് വേവിക്കണ്ടേ? അപ്പൊ എന്താണ്? കുക്ക് ഫോർ 10 മിനിറ്റ്സ് അല്ലേ? ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അത് എന്താണ്? അതൊന്ന് വേവിക്കൂ. കുക്ക് ഫോർ 10 മിനിറ്റ്സ് അല്ലേ? അത് 10 മിനിറ്റ് നേരം ഒന്ന് വെന്തോട്ടെ ട്ടോ. അന്ന് വേവിക്കിട്ടോ എന്നൊക്കെ പറയൂലേ? അപ്പൊ എങ്ങനെയാണ്? കുക്ക് ഫോർ 10 മിനിറ്റ്സ് ല്ലേ? അപ്പോ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ? ഇനിയിപ്പം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളെന്താണ്? ടേസ്റ്റ് ദ കറി ല്ലേ? ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ? അപ്പൊ നമ്മള് എന്താണ്? ഓപ്പൺ ദ ലിഡ് ല്ലേ? ആ ലിഡ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്താണ്? ഒന്ന് സ്റ്റിർ ചെയ്യും ല്ലേ? ആ സ്റ്റിർ ചെയ്തിട്ട് നമ്മളെന്താണ്? ഇങ്ങനെ നിങ്ങളെങ്ങനെയാ ചെയ്യാ ടേസ്റ്റ് നോക്കുക അതുപോലെ ട്ടോ. ഞാൻ കയ്യിലൊക്കെ എടുത്തിട്ടാണ് നോക്കാറുള്ളത്. അപ്പൊ എന്താണ്? അത് പിന്നെ എന്താണ്? എടുത്തിട്ട് നമ്മളെന്താണ്? കയ്യിലൊന്ന് ഒഴിക്കും ല്ലേ? എന്നിട്ട് എന്താണ്? ടേസ്റ്റ് ദ കറി അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ല്ലേ? എന്താണ്? ഇറ്റ്സ് വെരി ഡിലീഷ്യസ്. എന്താണ്? നല്ല ടേസ്റ്റിയാണ് ല്ലേ? നമ്മളുണ്ടാക്കിയതല്ലേ നമുക്കത് പറയാലോ. എന്താണ്? ഇറ്റ്സ് വെരി ഡിലീഷ്യസ് ല്ലേ? എന്താണ്? ഇറ്റ്സ് വെരി വെരി ടേസ്റ്റി ല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ. അടിപൊളി കറിയാണ് ല്ലേ? ഇറ്റ്സ് വെരി പിന്നെന്താണ്? ടേസ്റ്റി കറി എന്നൊക്കെ പറയൂലേ? എന്താണ്? എങ്ങനത്തൊക്കെ ആണെങ്കിലും നമുക്ക് എന്താണ്? ടേസ്റ്റി ആണെന്ന് പറയാല്ലേ? ഇപ്പൊ കുട്ടികളോടൊക്കെ ചെന്നിട്ട് പറയാം എന്താണ്? ഞാനൊരു കറി ഉണ്ടാക്കി ല്ലേ? എന്താണ്? ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ല്ലേ? എന്താണ്? നല്ല രസമുണ്ട് ല്ലേ? നല്ല ടേസ്റ്റി ഉള്ള കറിയാണ്. എന്താണ്? പ്ലീസ് ടേസ്റ്റ് ഇറ്റ് ല്ലേ? നീ ഒന്ന് ഏഹ് രുചിച്ചു നോക്കില്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയില്ലേ? എന്നിട്ട് എന്താണ് അഭിപ്രായം പറയാന്നൊക്കെ പറയില്ലേ? നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും എന്താണ്? നമുക്ക് ചിലപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. എന്താണ്? ശരിയാവോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയോ? എന്നാ ആരെങ്കിലും അത് എന്താണ് കഴിച്ചു നോക്കിയിട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി എന്ന് പറയുമ്പോ എന്താണ്? വി ആർ വെരി ഹാപ്പി അല്ലേ? നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. അല്ലേ? ഇനിയിപ്പോ 4 കുറ്റം പറഞ്ഞാൽ എന്താണ്? ഹോ! ഞാൻ നാളെന്നാ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറയൂലേ? പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്താണ്? നമുക്ക് കുറ്റം പറയുമ്പോ ചിലര് പറയും എന്താണ്? കുറ്റം പറയുന്നവരും നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയും. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കുറ്റം പറയണ കേൾക്കുമ്പോ അന്ന് ഞാൻ ഇനി ഉണ്ടാക്കണില്ല എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോ എന്തായാലും എന്താണ്? നമ്മളെല്ലാതും ചേർത്തു. പിന്നെന്താണ്? നന്നായി ഇളക്കി. പിന്നെന്താണ്? 10 മിനിറ്റ് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ടേസ്റ്റ് ചെയ്ത് കറിയില്ലേ? കറി ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ആ കറി ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ളതിന് എന്താ പറയാ? ടേസ്റ്റ് ദ കറി ല്ലേ? ടേസ്റ്റ് ദ കറി എന്ന് പറഞ്ഞു. ഇനിയോ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ. നല്ല രുചിയുണ്ട്. എന്താ പറയാ? ഇറ്റ്സ് വെരി ഡിലീഷ്യസ് ല്ലേ? ഇറ്റ്സ് ഡിലീഷ്യസ്. എന്താണ്? ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇത് നല്ല സ്വാദിഷ്ടമുള്ളതാണ് ല്ലേ? ഇത് നല്ല രുചിയുള്ളതാണ് എന്ന് പറഞ്ഞു ല്ലേ? അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ടേൺ ഓഫ് ദി സ്റ്റൗ ല്ലേ? നമ്മൾ നേരത്തെ ടേൺ ഓൺ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് ല്ലേ? ഇനി എന്ത് ചെയ്യണം? കറി വെന്ത് കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിലീഷ്യസ് ആണ് എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ടേൺ ഓഫ് ദി സ്റ്റൗ ല്ലേ? എന്താണ്? സ്റ്റൗ ഓഫ് ആക്കൂ ല്ലേ? സ്റ്റൗ ഓഫ് ആക്കൂ എന്നുള്ളതിന് എന്താ പറയാ? ടേൺ ഓഫ്. അപ്പൊ ഓൺ ആക്കൂ എന്നുള്ള ആണെങ്കിലോ? ടേൺ ഓൺ എന്നാണ് ല്ലേ? ടേൺ ഓൺ ദി സ്റ്റൗ എന്ന് പറഞ്ഞാൽ സ്റ്റൗ ഓൺ ആക്കൂ. ടേൺ ഓഫ് ദി സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൗ ഓഫ് ആക്കൂ എന്നുള്ളതാണ് ല്ലേ? ഇനി എന്താണ്? സ്റ്റൗ ഓഫ് ആക്കി. പിന്നെ ഇനി എന്ത് ചെയ്യണം? സെർവ് ദ ഫുഡ് ല്ലേ? എന്താണ്? ഭക്ഷണം വിളമ്പൂ ല്ലേ? സെർവ് ദി
ഫുഡ് എന്ന് പറയല്ലേ. സെർവ് ദ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ഭക്ഷണം വിളമ്പിട്ടോ, ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരെ, മതിയോ? എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പൊ എന്താ പറയേണ്ടത്? സെർവ് ദി ഫുഡ് ല്ലേ, ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് ല്ലേ, ഭക്ഷണം വിളമ്പുവോ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്തു അല്ലേ. ഇനി എന്താണ്? പ്ലീസ് ഹാവ് യുവർ മീൽ ല്ലേ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കൂ എന്ന് പറയില്ലേ. എല്ലാവർക്കും മേശപ്പുറത്ത് ഇങ്ങനെ, ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടായിരിക്കില്ലേ. എന്നിട്ട് പിന്നെ ഇപ്പോ അമ്മമാര് വിളിക്കും ല്ലേ, എന്താണ്? പ്ലീസ് ഹാവ് യുവർ മീൽ ല്ലേ, നിന്റെ ഭക്ഷണം വന്ന് കഴിക്കുക എന്ന് പറയില്ലേ. പ്ലീസ് ഹാവ് യുവർ മീൽ എന്ന് പറയില്ലേ, നിന്റെ ഭക്ഷണം വന്ന് കഴിക്കുക. മീൽ എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്നാണ് കേട്ടോ. പ്ലീസ് ഹാവ് യുവർ മീൽ, നിന്റെ ഭക്ഷണം വന്ന് കഴിക്കുക. ദ ലഞ്ച് ഈസ് റെഡി ല്ലേ, ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ഹാവ് യുവർ മീൽ, നിന്റെ ഭക്ഷണം വന്ന് കഴിക്കുക. ലഞ്ച് ഈസ് റെഡി, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ലഞ്ച് ഈസ് റെഡി എന്ന് പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി എന്ന് പറഞ്ഞു, ഡിന്നർ ഈസ് റെഡി എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ദ ലഞ്ച് ഈസ് റെഡി, പ്ലീസ് ഹാവ് യുവർ മീൽ അല്ലെ, നിന്റെ ഭക്ഷണം വന്ന് കഴിക്കുക എന്ന് പറഞ്ഞു. ഇനിയോ എൻജോയ് യുവർ മീൽ അല്ലെ, ഭക്ഷണം ആസ്വദിക്കുക. എൻജോയ് യുവർ മീൽ അല്ലെ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ പിന്നെ വെച്ച് കഴിഞ്ഞ് അമ്മമാര് നല്ല വിളമ്പിയൊക്കെ തന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കഴിക്കുക? നല്ല ആസ്വദിച്ച് കഴിക്കുക അല്ലെ. ചിലർ പെട്ടെന്ന് വേഗം എന്താണ് അങ്ങോട്ട് വിഴുങ്ങി വിടുന്ന പോലെയൊക്കെ കഴിച്ച് വേഗം പോകില്ലേ. പക്ഷെ ചിലരെന്താണ് വളരെയധികം ആസ്വദിക്കുക കഴിക്കും അല്ലെ. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് ആസ്വദിച്ചേ കഴിക്കുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് സമയം വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ പല ആളുകളും ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് സമയം എടുത്ത് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും, ചിലർ പെട്ടെന്ന് കഴിച്ചു തീരുന്നവരുണ്ടാവും. പല ടൈപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ്? എൻജോയ് യുവർ മീൽ, എന്താണ്? ഭക്ഷണം ആസ്വദിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 10-25 സെന്റൻസുകളൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുന്നു, നമ്മൾ ഒരു സാധനവും പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയതല്ല. അതായത് ഒരു കറിയും അല്ലെ, ഇന്ന കറി വെച്ചു എങ്ങനെയുള്ളതൊന്നും അല്ല. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇപ്പൊ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടുക്കളയിൽ എന്തൊക്കെ ചേർക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ഇടൂ, അല്ലെങ്കിൽ ഇളക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അല്ലാതെ പ്രോപ്പറായിട്ട് ഒരു കറി വെക്കുന്ന രീതിയും അല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇനി നമ്മളുടെ എന്താണ്? പ്രാക്ടീസ് ടൈം അല്ലേ. ഓക്കെ, ഇത് ഈ പ്രാക്ടീസുകളും ചെയ്ത് കഴിഞ്ഞിട്ട് ഐ നീഡ്, ഐ വാണ്ട് എന്നുള്ളതിന്റെ വ്യത്യാസം എന്താണെന്നും കൂടി, ഡിഫറൻസ് എന്താണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. റെഡി അല്ലേ? എന്റെ കൂടെ പറയണം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞ ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് അല്ലെ, നമുക്ക് പാചകം ചെയ്യാൻ ആരംഭിക്കാം അല്ലെ. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം എന്ന് പറഞ്ഞതിന് എങ്ങനെയായിരുന്നു? ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് എന്നുള്ളതാണ് അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെ ഓർഡർ ആയിരിക്കില്ല, ഡിസോർഡർ ആയിട്ടായിരിക്കും പറയുന്നത്. എങ്ങനെയായാലും നിങ്ങൾ സെന്റൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴെന്താണ്? ഭക്ഷണം പാകം ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ. ഇനി എന്താണ്? ആഡ് സം, ടേക്ക് എ പാൻ എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ടേക്ക് എ പാൻ എന്ന് പറഞ്ഞാല്? പാൻ എടുക്കൂ എന്നുള്ളത് അല്ലെ. ടേക്ക് എടുക്കുക, ടേക്ക് എ പാൻ അല്ലെ. ടേക്ക് എ പാൻ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? ടേൺ ഓൺ ദി സ്റ്റൗ എന്ന് പറഞ്ഞു അല്ലെ. സ്റ്റൗ ഓൺ ആക്കുക എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ടേൺ ഓൺ ദി സ്റ്റൗ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്റ്റൗ ഓഫ് ആക്കൂ എന്നുള്ളതിന് എന്താ പറയാ? ടേൺ ഓഫ് ദി സ്റ്റൗ. അപ്പൊ ടേൺ ഓൺ ദി സ്റ്റൗ എന്ന് പറഞ്ഞ സ്റ്റൗ ഓൺ ആക്കുക എന്നുള്ളതാണ്. ടേൺ ഓഫ് ദി സ്റ്റൗ എന്ന് പറഞ്ഞാല് സ്റ്റൗ ഓഫ് ആക്കുക എന്നുള്ളതാണ് അല്ലെ. ഇനി എന്താണ്? പോർ സം ഓയിൽ അല്ലെ, കുറച്ച് ഓയിൽ ഒഴിക്കൂ, കുറച്ച് എണ്ണ ഒഴിക്കൂ എന്നുള്ളതിന് എന്താ പറയാ? പോർ സം ഓയിൽ. ഇനി വെള്ളം ഒഴിക്കൂ എന്നുള്ളതാണെങ്കിലോ പോർ സം വാട്ടർ എന്നുള്ളത് അല്ലെ. അപ്പൊ പോർ സം ഓയിൽ എന്ന് പറഞ്ഞാല് കുറച്ച് എണ്ണ ഒഴിക്കൂ എന്നുള്ളതാണ്. പോർ സം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കൂ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അതില് ആ പിന്നെന്താണ്? ചോപ്പ് ദി അണിയൻ അല്ലെ. എന്താണ്? സവാള അരിയോ എന്ന് പറഞ്ഞു അല്ലെ. ചോപ്പ് ദി അണിയൻ എന്ന് പറഞ്ഞു, സവാള അരിയാൻ പറഞ്ഞു. പിന്നെന്താണ്? ആഡ് സം മസ്റ്റാർഡ് സീഡ്സ് അല്ലെ, കുറച്ച് കടുക് ഇടാനായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആഡ് സം മസ്റ്റാർഡ് സീഡ്സ് അല്ലെ, കുറച്ച് കടുക് ഇടാൻ പറഞ്ഞു. പിന്നെന്താണ്? ആഡ് സം കറി ലീവ്സ് അല്ലെ, കുറച്ച് കറി ലീവ്സ് ഇടാനായിട്ട് പറഞ്ഞു. എന്താണ്? ആഡ് സം കറി ലീവ്സ്. പിന്നെന്താണ്? ആഡ് സം അണിയൻ അല്ലെ, കുറച്ച് ഉള്ളി ഇടാനായിട്ട് പറഞ്ഞു അല്ലെ, സവാള ഇടാനായിട്ട് പറഞ്ഞു. ആഡ് സം അണിയൻ. എന്നിട്ട് എന്താണ്? സ്റ്റിർ വെൽ, നന്നായിട്ട് ഇളക്കാൻ പറഞ്ഞു അല്ലെ. സ്റ്റിർ വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി ഇളക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് ചെയ്തത്? ആഡ് സം സോൾട്ട് അല്ലെ, എന്താണ്? കുറച്ച് ഉപ്പിടാനായിട്ട് പറഞ്ഞു. ആഡ് സം സോൾട്ട്, കുറച്ച് ഉപ്പിടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആഡ് സം ടേർമറിക് പൗഡർ അല്ലെ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞു. ആഡ് സം ടേർമറിക് പൗഡർ അല്ലെ, എന്താണ്? മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ആഡ് സം പിന്നെ കുറച്ച് മുളക് പൊടി അല്ലെ. ആഡ് സം ചില്ലി പൗഡർ അല്ലെ, കുറച്ച് മുളക് പൊടി ഇടാനായിട്ട് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഇടാൻ പറഞ്ഞു? എന്തെങ്കിലും, എല്ലാതും ഇടണം കേട്ടോ. എന്താണ്? ആഡ് സം ചില്ലി പൗഡർ അല്ലെ, കുറച്ച് മുളക് പൊടി ഇടാൻ പറഞ്ഞു. പിന്നെന്താണ്? പിന്നെ സ്റ്റിർ വെൽ, നന്നായിട്ട് ഇളക്കാനായിട്ട് പറഞ്ഞു.
പിന്നെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പിന്നെ പറഞ്ഞത് ആഡ് സം വെജിറ്റബിൾസ് അല്ലേ? കുറച്ച് പച്ചക്കറികൾ ചേർക്കൂ എന്ന് പറഞ്ഞു അല്ലേ? ആഡ് സം വെജിറ്റബിൾസ് പച്ചക്കറികൾ ചേർക്കാനായിട്ട് പറഞ്ഞു. പിന്നെന്താണ്? കവർ ദി പാൻ അല്ലേ? ആ പാൻ കവർ ചെയ്യാനായിട്ട് പറഞ്ഞു അല്ലേ? ആഡ് സം വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു. പിന്നെന്താണ്? കവർ ദി പാൻ അല്ലേ? എന്താണ്? ആ പാൻ കവർ ചെയ്യാനായിട്ട് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? കുക്ക് ഫോർ 10 മിനിറ്റ്സ് അല്ലേ? 10 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് വേവിക്കാൻ പറഞ്ഞു അല്ലേ? 10 മിനിറ്റ് വേവിക്കാൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? കുക്ക് ഫോർ 10 മിനിറ്റ്സ് അല്ലേ? എന്താണ് കുക്ക് ഫോർ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് വേവിക്കുക എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്? ടേസ്റ്റ് ദ കറി അല്ലേ? ആ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. എന്താണ് ടേസ്റ്റ് ദ കറി എന്ന് പറഞ്ഞാല് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അല്ലേ? ടേസ്റ്റ് ദ കറി ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് വെരി ഡിലീഷ്യസ് അല്ലേ? എന്താണ് നല്ല രുചിയുള്ള ഭക്ഷണമാണ് അല്ലേ? ഇറ്റ്സ് വെരി ഡെലീഷ്യസ് അല്ലേ? ടേസ്റ്റ് ചെയ്തപ്പോൾ എന്താണ്? ഇറ്റ്സ് വെരി ഡെലീഷ്യസ് ഇറ്റ്സ് വെരി ടേസ്റ്റി അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ആ സെർവ് ദ മീൽ ല്ലേ? എന്താണ് ഭക്ഷണം വിളമ്പൂ എന്ന് പറഞ്ഞു ല്ലേ? സെർവ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഓക്കെ. പിന്നെന്താണ്? ദ ലഞ്ച് ഈസ് റെഡി ല്ലേ? ലഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ലഞ്ച് ഈസ് റെഡി എന്ന് പറയുമ്പോൾ ലഞ്ച് റെഡി ആയി ല്ലേ? ഓക്കെ. പ്ലീസ് ഹാവ് യുവർ മീൽ എന്ന് പറഞ്ഞു ല്ലേ? പ്ലീസ് ഹാവ് യുവർ മീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. എന്താണ്? പ്ലീസ് ഹാവ് യുവർ മീൽ ല്ലേ? നീ നിന്റെ ഭക്ഷണം കഴിക്കൂ എന്നുള്ളത് ല്ലേ? ഭക്ഷണം കഴിക്കൂ. ഹാവ് യുവർ മീൽ ല്ലേ? ഓക്കെ. പിന്നെന്താണ്? എൻജോയ് ദ മീൽ ല്ലേ? എന്താണ്? ഭക്ഷണം ആസ്വദിച്ച് കഴിക്കൂ ല്ലേ? എൻജോയ് ദ മീൽ ഭക്ഷണം ആസ്വദിക്കൂ എന്ന് പറഞ്ഞു. ഇനിയോ? ഇത്രയല്ലേ ഉണ്ടായിരുന്നത്? ഓക്കെ. തോന്നുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും തോന്നുന്നു. ഓക്കെ. അപ്പോ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കണം. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ ഈ ഡേ 5 വരെയുള്ള ഇംഗ്ലീഷുകളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സെന്റൻസുകൾ തന്നെയായിരുന്നു. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടും തുടങ്ങിയിട്ടുണ്ടാവും ല്ലേ? പിന്നെ ഏതൊരു കമന്റിൽ ഞാൻ വായിച്ചിരുന്നു എന്താണ് പിന്നെ ഇതൊക്കെ എനിക്ക് അറിയുന്ന ഇംഗ്ലീഷാണ്. പക്ഷേ ആ ഒരു സന്ദർഭം വരുമ്പോൾ ഞാൻ മറന്നു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് ല്ലേ? അപ്പോ മറന്നു പോയാൽ ഇനി എന്ത് ചെയ്യണമെന്നല്ല. അപ്പൊ തന്നെ ബുക്ക് വന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താണ്? അപ്പോ പിന്നീട് വരുമ്പോ അങ്ങനെ ആദ്യം എല്ലാരും കളിയാക്കുകയൊക്കെ ചെയ്യൂലേ? "ഓ ഇവക്കെന്താ ഇത്? എന്താ അനങ്ങിയാത് അവിടെ നോക്കി ഇവിടെ നോക്കിയൊക്കെ പറയുന്നൊന്നുമില്ല." അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പഴും എപ്പഴും യൂസ് ചെയ്യുമ്പോ എന്താണ്? പിന്നെ നമുക്ക് എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൂളായിട്ടത് പറയാൻ പറ്റും ട്ടോ. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ഐ നീഡ്, ഐ വാണ്ട് എന്നുള്ളതിന്റെ വ്യത്യാസം നോക്കിയാലോ? അപ്പൊ പല ആളുകളും ഐ നീഡ്, ഐ വാണ്ട് എന്നുള്ളത് ഒരേ അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവ രണ്ടും തമ്മിൽ കുഞ്ഞൊരു വ്യത്യാസമുണ്ട്. ചെറിയ ഒരു വ്യത്യാസമുണ്ട് ല്ലേ? അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. ഇപ്പൊ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമാണ് ല്ലേ? നെസസിറ്റി എന്നാണ് പറയുന്നത് ല്ലേ? നീഡ് എന്ന് പറഞ്ഞാല് നെസസിറ്റി. അതായത് അത്യാവശ്യമാണ് എന്നുള്ളതിനെയാണ് നീഡ് എന്ന് പറയുന്നത്. ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം അല്ലെ? ഐ നീഡ് സം വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വെള്ളം വേണം. അത്യാവശ്യമാണ്. എന്താണ്? ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇനി ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു സന്ദർഭത്തിനനുസരിച്ചിരിക്കും ട്ടോ. ഈ നീഡിന്റെയും വാണ്ടിന്റെയും ഉപയോഗം എന്ന് പറയുന്നത്. ഇപ്പൊ നീഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തെ സൂചിപ്പിക്കുന്നതാണല്ലേ. ഇപ്പൊ നമ്മളൊരു ആകെ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്താണ്? ഐ നീഡ് സം വാട്ടർ. എന്താണ്? എനിക്ക് കുറച്ച് വെള്ളം വേണമല്ലേ? വെള്ളം കിട്ടിയേ തീരുള്ളൂ. കാരണം എന്താണ്? എനിക്ക് അത്രയും എന്താണ് ഞാൻ ദാഹിച്ച് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ അല്ലേ? എന്താണ്? ഐ നീഡ് സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറയും. നമുക്ക് ഇനി പറയാൻ പറ്റുക ഐ നീഡ് എ പാൻ. എനിക്കൊരു പാൻ വേണം അല്ലേ? അത്യാവശ്യമാണ്. നാളെ ദോശ ചുടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഐ നീഡ് എ പാൻ. എനിക്ക് പാൻ അത്യാവശ്യമാണ് അല്ലേ? നീഡ് എന്ന് പറയുമ്പോൾ നെസസിറ്റി അതായത് അത്യാവശ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ട്ടോ. ഐ നീഡ് എ പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പാൻ അത്യാവശ്യമാണ് അതുകൊണ്ട് വാങ്ങണം. വാങ്ങി തന്നേ പറ്റുള്ളൂ. എന്ന രീതിയിൽ നമ്മൾ പറയില്ലേ? ഐ നീഡ് എനിക്ക് ആവശ്യമാണ് എന്ന് പറയില്ലേ? അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ടല്ലേ എനിക്കിത് വേണം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അതുകൊണ്ട് എന്താണ്? നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ എന്താണ്? ഷോപ്പിംഗ് ബാഗ് വേണം ല്ലേ? നെസസിറ്റി ആണത്. വേണം എന്നുള്ളത്. ഇനി ഷോപ്പിംഗ് ബാഗ് ഇല്ലാതെ പോയാൽ അവിടുന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ എന്താണ്? നമ്മുടെ ബാഗിൽ കൊണ്ടുവരണം എന്നുള്ളവരെന്താണ്? ഐ നീഡ് അല്ലേ? ഐ നീഡ് എനിക്ക് ഷോപ്പിംഗ് ബാഗ് വേണം എന്ന് പറയും. അപ്പൊ നമ്മളുടെ ആവശ്യം അല്ലേ? നമുക്കത് ആവശ്യമാണോ അതോ ആഗ്രഹമാണോ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിനനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ ഐ നീഡ് എ ഷോപ്പിംഗ് ബാഗ് ല്ലേ? എനിക്കൊരു ഷോപ്പിംഗ് ബാഗ് വേണം എന്ന് പറയും. ഓക്കെ. ഇനി വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആഗ്രഹിക്കുന്നു. അതായത് വേണം അല്ലെ? ഒരു ഡിസയർ ആണ്. എന്താണ്? വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസയർ വേണം അല്ലെങ്കിൽ എന്താ
എനിക്കത് വേണം. വേണം എന്ന് പറഞ്ഞാല് അത് അപ്പ തന്നെ കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പ തന്നെ വളരെ അത്യാവശ്യമാണ് എന്ന രീതിയിലല്ലേ ല്ലേ. ഐ വാണ്ട് ആൻ ഐസ്ക്രീം ല്ലേ. എനിക്കൊരു ഐസ്ക്രീം വേണം എന്ന് പറയണല്ലേ. എനിക്കൊരു ഐസ്ക്രീം വേണം. അതെന്താണ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പൊ എന്താണ്, നമുക്ക് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമായിരിക്കില്ല ആ ഒരു സമയത്ത്. എന്താണ് എനിക്കൊരു ഐസ്ക്രീം വേണം എന്ന് പറയില്ലേ. ഐ വാണ്ട് ആൻ ഐസ്ക്രീം, എനിക്കൊരു ഐസ്ക്രീം വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐ വാണ്ട് എ ന്യൂ ഡ്രസ്, എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണം ല്ലേ. വേറെ ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ നമ്മൾ പറയാ. ഐ വാണ്ട് എ ന്യൂ ഡ്രസ് ല്ലേ. എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണമെന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്, ഐ വാണ്ട് എ മൊബൈൽ ഫോൺ, എനിക്കൊരു മൊബൈൽ ഫോൺ വേണം ല്ലേ. അപ്പൊ വേണം എന്നുള്ള പറയുന്നത് എന്താണ്, പിന്നെ വാണ്ട് എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ഈ ഐസ്ക്രീം ആയാലും ഫോണായാലും പിന്നെന്താണ് എന്ത് തന്നെ ആയാലും അത് അത്യാവശ്യമാണ്. എനിക്ക് ഇന്ന് ഫോൺ വേണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താണ്, ഐ നീഡ് മൊബൈൽ എന്ന് പറയാം ല്ലേ. അപ്പൊ നമ്മളുടെ ആവശ്യം നമുക്കിത് ആവശ്യമാണോ, അതോ പിന്നെ നമുക്ക് വേണം എന്നുള്ളതാണോ, അതോ അത് വളരെ അത്യാവശ്യമാണോ എന്നുള്ളത് നമ്മൾ പറയുന്ന ആ ഒരു സന്ദർഭത്തിനനുസരിച്ച്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ 10-25 സെന്റൻസുകളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ആ ഒരു സെന്റൻസുകളിലൊക്കെ തന്നെയും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ യൂസ് ചെയ്യണമെന്ന് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള അല്ലെ ഒരു സെന്റൻസ്, 1-2 സെന്റൻസ് ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടെലിഫോൺ കോൺവെർസേഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഐ വാണ്ട് എന്നുള്ള ആ ഒരു അതുകൂടി പറയണം. പിന്നെ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളയിലുള്ളത് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന്റെ ബാക്കി അതും കൂടി ഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് പഠിച്ചതെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ഒന്നുകൂടി പറയുന്നു, നീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം, ആവശ്യകതയാണ്. വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആഗ്രഹമാണ്, അല്ലെങ്കിൽ വേണം എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ യൂസേജ് എന്താണെന്നുള്ളത് അല്ലേ, കറക്റ്റ് സന്ദർഭത്തിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ അല്ലേ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.